ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശമെന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന ദൈവവചന പരമ്പരയിൽ എനിക്ക് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം, എത്ര മോദം ഈ പാർത്തലത്തിൽ ജീവിക്കുന്ന. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ. അപ്പോ പാട്ടിൽ പറയുന്നത് പോലെ യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദം ഈ ഭൂവിലെ വാസം. യേശു ക്രിസ്തു ആരാണ്? സാക്ഷാൽ ദൈവവും അതുപോലെ തന്നെ അതായത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെ? യേശു കർത്താവിന് പിരിഞ്ഞ് ഒരു ജീവിതമില്ല എന്ന് ആ പാട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അല്ലെ? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവ്, അല്ലെ? ആ യേശു കർത്താവ് ദൈവത്വം, അവൻ പൂർണ്ണ ദൈവമായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. യേശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. അവിടെ എഴുതിയിരിക്കുകയാണ് വീരനായ ദൈവം, അല്ലെ? തൃത്വക്കാരെ സംബന്ധിച്ച് അവൻ രണ്ടാമത്തെ ആളാണ്. അപ്പോൾ രണ്ടാമത്തെ ആളുമാണ്, രണ്ടാമത്തെ ദൈവവുമാണ്, അല്ലെ? തത്വക്കാര് പലപ്പോഴും പറയുന്ന കാര്യം അതാണ്, രണ്ടാമത്തെ ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഏക ദൈവമാണ്, അല്ലെങ്കിൽ ഏക സത്യ ദൈവമാണ് എന്നാണ് ദൈവവചനവും അപ്പോസ്തലന്മാരും നമ്മളെ പഠിപ്പിച്ചത്, അല്ലെ? യെശയ്യാവ് എന്ന പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്: വീരനായ ദൈവം, അതുപോലെ തന്നെ നിത്യപിതാവ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? ഇന്നത്തെ കാലത്ത് പലർക്കും യേശുക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമാണ്, ദൈവമല്ല. അവൻ കേവലം ഒരു മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ മാത്രമാണ്. അവൻ സാക്ഷാൽ ദൈവമായിരുന്നു എന്ന് പറയുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ആർക്കും അറിവില്ല, അല്ലെ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു, അവൻ ആകാശത്തിലും ഭൂമിയിലും ഒതുങ്ങുന്നവനല്ല, അല്ലെ? ഭൂമി പാദപീഠമാണ് എന്ന് നമ്മുടെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വായിച്ചു. അപ്പോ അത് തൃത്തക്കാര് പറയുന്ന പിതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ദൈവം എന്തു ചെയ്യുകയായിരുന്നു? ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. കാരണം എന്തിനാണ്? മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. അതാണ് നമ്മുടെ ഹെഡിങ് തന്നെ, യേശു ക്രിസ്തു ഏക രക്ഷകൻ, അല്ലെ? നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
3:17 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി എന്ന് 3:17 വളരെ വ്യക്തമായിട്ട് കാണുന്നു. അല്ലെ, അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പാപമറിയാത്ത മനുഷ്യത്വം എന്നുള്ളതാണ് അവിടെ കുറിക്കുന്ന പ്രധാനമായ കാര്യമെന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. എന്തുകൊണ്ടായിരിക്കാം? അവൻ ദൈവമായതുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് അവൻ്റെ പുറകെ ആളുകൾ കാണുന്നത്. കാരണം എന്താ? അവൻ്റെ കൂടെ പലരും നടന്നത് എന്താണ്? അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു. അല്ലേ? ദൈവമാണെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. സാധാരണ മനുഷ്യന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമോ? അടയാളങ്ങൾ കാണിക്കാൻ പറ്റുമോ? കാരണം യേശു തൻ്റെ 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ആണ് അവൻ്റെ പുസ്തകത്തിൽ അവനെ കുറിച്ച് പറയുന്നത്. അവൻ അത്ഭുത മന്ത്രിയുമാണ്, വീരനായ ദൈവവുമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11:27 വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 11:27 വായിക്കുമ്പോൾ, എൻ്റെ പിതാവ് സകലവും ഏങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. അല്ലേ? അവിടെ അങ്ങനെ എഴുതിയിരിക്കുമ്പോൾ നൃത്തക്കാരുടെ ചിന്ത അവിടെ 2 പേരുണ്ട്, ഒരിക്കലും 2 പേരില്ല. കാരണം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നതിൽ നിന്നും ഒരാൾ തന്നെയാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെ? ഏകരക്ഷകനായ അവൻ സാക്ഷാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11 നമ്മൾ വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കുകയാണ്. ലൂക്കോസ് 2:11 കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് എന്ന് പറയുമ്പോൾ സകലത്തെയും കർത്തൃത്വം നടത്തുന്നവൻ എന്ന അർത്ഥത്തിൽ കർത്താവ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലെ? കർത്താവ് പഴയ നിയമത്തില് യഹോവയായ കർത്താവ് എന്ന് പറയുന്നുണ്ട്. അല്ലെ? അപ്പൊ സകലത്തെയും കർത്തൃത്വം നടത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പലരും ചിന്തിക്കുന്ന പ്രകാരം യേശുക്രിസ്തുവിന് പിന്നാണ് അധികാരം കിട്ടിയത്. തൃത്വക്കാർ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അല്ലെ? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അധികാരം മുഴുവൻ യേശുക്രിസ്തുവിന്റെ കൈ വന്നത് എന്ന് പഠിപ്പിക്കുന്ന തത്വക്കാരുണ്ട്. അതിനു മുമ്പ് അവൻ സാധാ മനുഷ്യനാണ്. അല്ല, അവൻ സകലത്തിന്റെയും ഉടയവനായ ദൈവമാണ് എന്നുള്ള കാര്യം തൃത്വക്കാർ മറന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭാഗം എടുത്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അതിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെയായിരുന്നു വചനം.
സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല എന്നവിടെ കാണുന്നു. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വെളിപ്പെടലുകളെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1:14 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യത അവിടെ വെളിവാകുന്നു എന്നുള്ളതാണ് ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെ, അദൃശ്യനായ ദൈവത്തിന്റെ ആരും കണ്ടിട്ടില്ലാത്ത, മനുഷ്യരാരും കണ്ടിട്ടില്ല എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ കാണാത്ത ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൃശ്യരൂപമായി യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്: യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. 25-ാമത്തെ വാക്യത്തിൽ മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാരണം എല്ലാ മനുഷ്യരെയും അവൻ അറിയുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദൈവം എല്ലാവരെയും കാണുന്നു എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിന് എല്ലാവരെ കുറിച്ചും അറിയാം എന്നുള്ളതാണ്. അവൻ സാക്ഷാൽ ദൈവമായതുകൊണ്ടാണ് അവന് എല്ലാം അറിയുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3:13 വരുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ സാക്ഷാൽ ദൈവത്തിന് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ കയറി ഇറങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. അവൻ സാക്ഷാൽ ദൈവമായി ഇവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോരുന്നു. 19-ാമത്തെ വാക്യത്തിൽ ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്: ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിച്ചിരിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. 22-ാമത്തെ വാക്യത്തിൽ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്ത അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ശബത്തിനെ ലംഘിച്ചു, ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. സ്വന്തം പിതാവാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സമനാക്കി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സമനാക്കി എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്. യേശുക്രിസ്തു എന്നുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് യഹൂദന്മാർ എന്ത് ചെയ്യുന്നു?
യേശു ക്രിസ്തുവിനെ എതിർക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? ദൈവത്തിൻ്റെ മക്കളായിരുന്നു. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നാണ്, അല്ലെ? ഇസ്രായേൽ പുത്രന്മാരാണ്. അവർക്ക് പിതാവായ യഹോവയായ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നെന്നും അവർക്ക് അത് പറയുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് യേശു ക്രിസ്തുവിനോട്. അതിപ്പോ നമ്മൾ മുന്നോട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ അബ്രഹാമിന് മുമ്പേ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അവൻ ദൈവത്തോട് സമനാണെന്ന് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവൻ ആകെ കൂടി ഇത്രയും വയസ്സായില്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇവൻ സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ ജഡമെടുത്ത് ദൃശ്യരൂപമായി വന്ന ദൈവത്തിൻ്റെ ദൃശ്യരൂപമായിരുന്നു ക്രിസ്തു എന്നുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 8:9 നമ്മൾ വായിക്കുന്നു, അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരും അവനുമായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു എന്നവിടെ കാണുന്നു, അല്ലെ? അവിടെ പാപിനിയായ സ്ത്രീയുടെ പാപം മോചിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പാപം മോചിക്കണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്ന് നമുക്കിവിടെ ഉറപ്പിക്കുവാൻ സാധിക്കുന്നു. പാപങ്ങളുടെ മോചനം നൽകുവാൻ വേറെ ഒരു മനുഷ്യനും കഴിയുകയില്ല. ദൈവത്തിനല്ലാതെ മറ്റാർക്കും അതിന് കഴിയുകയില്ല എന്നുള്ളതാണ്. 8:24 വരുമ്പോൾ അവിടെ കാണുന്നു, 24 വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ സാക്ഷാൽ സർവശക്തിയും സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവമാണെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ പൊരുൾ. കാരണം ദൈവം ആയവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു യേശു ക്രിസ്തുവായി. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന യേശു ക്രിസ്തു തന്നെ പറയുന്ന കാഴ്ചയാണ്. അതിൻ്റെ 58 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലേ? അവിടെ വളരെ വ്യക്തമായിട്ട് 8:58 അവൻ ആദ്യനും അന്ത്യനുമായ ദൈവമാണ് എന്നുള്ള കാര്യമാണ്. സകലത്തിനു മുമ്പേ ഉള്ള ദൈവം, അവൻ ആദ്യവുമില്ല അന്തവുമില്ലാത്ത ദൈവമാണ് എന്ന് യഹൂദന്മാരോട് പറയുകയാണ്. അബ്രഹാമിനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അബ്രഹാം ജനിക്കുന്നതിന് മുമ്പുണ്ട്, ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഭൂമിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുന്നല്ലേ? പക്ഷേ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തുന്നു. കാരണം അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അവൻ ആദ്യനും അന്ത്യനുമായ ദൈവമാണ് എന്ന് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10 അതിൻ്റെ 30 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. രണ്ടാണെന്ന് പറഞ്ഞു. തൃത്വക്കാർ പറയും രണ്ടാണെന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 3 വ്യക്തികൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ എന്ത് പറയും? രണ്ടാമനാണ്. കാരണം യേശു ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചില്ല ഇവർ 3 പേരാണ് എന്ന് പഠിപ്പിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക്
ഈ വചനത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താണ്? ഞാനും പിതാവും ഒന്നാകുന്നു എന്നാണ് പഠിപ്പിച്ചത്. 14:10 വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 14:10 രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അല്ലെ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിക്കുകയും. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യനിൽ പിതാവും പുത്രനോട് ഒരുമിച്ച് ജീവിക്കും? അച്ഛനും മകനും ഒരുമിച്ച് ഒരു ശരീരത്തിൽ ജീവിക്കുമോ? ഒരിക്കലും ജീവിക്കുകയില്ല. കാരണം യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് വിശ്വസിക്കുവിൻ. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള പ്രസ്താവനയാണ് യേശുക്രിസ്തു ഇവിടെ നടത്തുന്നത്. വളരെ വ്യക്തമായിട്ട്, വളരെ വ്യക്തമായ പ്രസ്താവനകൾ യേശുക്രിസ്തു നൽകുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. അപ്പോൾ അതിന്റെ 14-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഫിലിപ്പോസ് എന്നൊരു ശിഷ്യൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുകയാണ്. കാരണം യേശുക്രിസ്തു കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന ടൈറ്റിലുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ ടൈറ്റിലുകളുടെ ഇടയിൽ വെച്ച് ഫിലിപ്പോസിന് സംശയം ഉണ്ടായി. ഇനി 3 പേരാണോ? ഇനി 3 ദൈവങ്ങളുണ്ടോ? അല്ലെ, പലരുടെ അഭിപ്രായത്തിൽ ദൈവത്തിൽ മൂന്ന് പേരടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ആളുകളുണ്ട്. ഇനി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സെപ്പറേറ്റ് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഫിലിപ്പോസിന് സംശയം ഉണ്ടായി. ഫിലിപ്പോസിനുണ്ടാകുന്ന സംശയമാണ് 14:8 യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ സംശയം ഉണ്ടാകുകയാണ്. എന്താണ് അവന് സംശയം ഉണ്ടാകുന്നത്? കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്കത് മതിയെന്ന് പറഞ്ഞു. അപ്പൊ 9-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന് കാര്യം പിടികിട്ടി. ഇവൻ വിചാരിക്കുന്നു ഞങ്ങൾ 3 പേരുണ്ട്. കാരണം ഇവർ കാലാകാലങ്ങളായി വായിച്ചിട്ടില്ല, ഞാൻ ഏകനാണ് എന്നുള്ള സത്യം ദൈവം പറയുമ്പോൾ ഈ ടൈറ്റിലെല്ലാം കേട്ടപ്പോ ഇവർ വിചാരിച്ചു ഞങ്ങൾ 3 പേരാണെന്ന് ഇവരെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് യേശുക്രിസ്തുവിന് മനസ്സിലായി. അപ്പോൾ യേശുക്രിസ്തു 9-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? അല്ലേ, ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ ഇത്രയും കാലം, അല്ലെ, ഇത്രയും കാലം ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? അല്ലെ, പിതാവ് മേളിലാണെന്ന് പറഞ്ഞു. പിതാവ് മേളിലിരിക്കുകയാണ്, ഞാനിവിടെ ഭൂമിയിലുണ്ട്, ഞാൻ 2-ാമത്തെ ആളാണ്. തൃത്വക്കാർ പറയുന്ന പോലെ ഞാൻ 2-ാമത്തെ ആളാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞില്ല. പകരം എന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം? ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്ത വാക്യങ്ങളിൽ നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ 20-ാം അധ്യായം 14-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും എന്ന് അവിടെ കാണുന്നു. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ. കാരണം ദൈവത്തിന്റെ സർവശക്തിയും സർവ്വയാവിത്വത്തെയും കുറിച്ചുമാണ് യേശുക്രിസ്തു അവിടെ രേഖപ്പെടുത്തുന്നത്. എന്താണ് 28-ാമത്തെ വാക്യത്തിൽ, അല്ലേ,
പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിന്റെ സർവ്വവ്യാപത്വവും അതുപോലെ തന്നെ സർവശക്തിയെ കുറിച്ചുമാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നത്. 29 വാക്യത്തിൽ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് 29 വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമ്മൾ ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഫിലിപ്പിയരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഫിലിപ്പിയരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവത്തോടുള്ള സമത്വം, ദൈവമാണെന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ വിചാരിക്കാതെ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവൻ ദൈവവുമാണ്, അതുപോലെ തന്നെ മനുഷ്യപുത്രനുമാണ്, അതുപോലെ തന്നെ ഒരു സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നർത്ഥത്തിലാണ് യേശുക്രിസ്തുവിനെ തൃത്വം പറയുന്നത് പോലെ രണ്ടാമനല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കാരണം ദൈവം ആരാണ്? സർവശക്തനാണ്. സർവവ്യാപിയായ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇനി കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാവുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എന്നവിടെ കാണുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ദൃശ്യരൂപം എന്നാണ് പൗലോസ് അപ്പോസ്തലന് പറയുവാനുള്ളത്. അതുപോലെ തന്നെ സർവ സൃഷ്ടിക്കും എന്താണ്? ആദ്യജാതൻ കൂടിയാണ്. അതെ, സർവ സൃഷ്ടികൾക്കും ആദ്യജാതനായവൻ എന്ന് പറയുന്നു. കാരണം ആദാമിൽ എല്ലാവരും പാപം ചെയ്തപ്പോൾ യേശുക്രിസ്തുവിൽ എന്താണ്? പാപം മോചിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം. അത് റോമർക്ക് എഴുതിയ ലേഖനം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അല്ലെ, ആദ്യ മനുഷ്യന്റെ അനുസരണക്കേട് കാരണം ഏകൻ നിമിത്തം ആ അനുസരണക്കേടിൽ നിന്നുള്ള പരിഹാരം ലഭിച്ചു എന്നുള്ളതാണ്. അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് അവിടെ കാണുന്നു. അതുപോലെ തന്നെ കൊലോസ്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി കാണും. ദൈവം അതിന്റെ ദൃശ്യരൂപം അല്ലെങ്കിൽ ദൈവം ഒരു ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 1 തിമോത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോ 1 തിമോത്തിയുടെ പുസ്തകം 3:16 വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു.
ഇനി തിത്തോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ, തിത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് പറയുന്ന പോലെ 12-ാമത്തെ വാക്യത്തിൽ നാം ഭാഗീയരമായി പ്രത്യാശിക്കും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവും എന്നാണ് അവിടെ കാണാൻ കഴിയുന്നത്. മഹാദൈവമാണ് യേശു ക്രിസ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ മഹാദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അപ്പോസ്തലൻ തിത്തോസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ എബ്രായർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, എബ്രായർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ, എബ്രായർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം തത്വക്കാരപ്പം പറയും 2 പേരുണ്ട്, ഈ തത്വത്തിന്റെ മുദ്രയെന്നും അതുപോലെ തന്നെ വലതുഭാഗത്തിരിക്കുന്നൊക്കെ പറയുമ്പോ അവരുടെ ചിന്ത എന്താണ്? അത് 2-ാമത്തെ ആളാണ് ഇരിക്കുന്നത്, അല്ലേ? ദൈവം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വെറും വ്യക്തികളാണ്, ദൈവത്തിനകത്ത് വെറും വ്യക്തികൾ മാത്രമാണ്. ദൈവം അങ്ങനെയാണോ? അല്ല. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് യെശയ്യാവ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോ യഹോവയുടെ ഭുജം വെളിപ്പെടുകയായിരുന്നു, നമ്മളുടെ രക്ഷയ്ക്കായിട്ട് വെളിപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ 1 യോഹന്നാൻ 5:20 വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 5:20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവന് ഏകസത്യ ദൈവമാണ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 5:20 ഞാൻ വരികയാണ്. 1 യോഹന്നാൻ 5:20, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ബൈബിൾ അനുശാസിക്കുന്ന പ്രകാരമാണെങ്കിൽ, തൃത്വക്കാർ പറയുന്ന പ്രകാരമാണ് ഈ 3 പേരെങ്കിൽ 3 പേർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ കൽപ്പിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് 3 ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ദൈവമേകനാണ് എന്നുള്ള കാര്യമേ ദൈവവചനം പഠിപ്പിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ആരും എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. കാരണം യേശു ക്രിസ്തു സത്യദൈവമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 8 വായിക്കുമ്പോൾ, 5:8 നമ്മൾ വായിക്കുന്നു, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അപ്പോൾ കുഞ്ഞാട് ആരാണ്? യേശു ക്രിസ്തുവിനെയാണ് കുഞ്ഞാടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? സർവ്വലോകങ്ങൾക്ക്, അതായത് യോഹന്നാൻ സ്നാപകൻ അവനെ കുറിച്ച് പറയുന്നത് എന്താണ്? ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാടെന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കുഞ്ഞാട് ആരാണ്? ദൈവമാണ്. സാക്ഷാൽ ദൈവമായവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നവരും തൃത്വക്കാരും ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ സാക്ഷാൽ ദൈവമാണ്, അവൻ ഏകരക്ഷകനാണ്. അതുകൊണ്ട്
ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിലേക്ക്, ഏകരക്ഷിതാവായ യേശു ക്രിസ്തുവാകുന്ന ഏക ദൈവം, നമ്മെ കർത്തൃത്വം നടത്തുന്ന ഏക ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിക്കുവാനായി ദൈവം സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. മഹാപരിശുദ്ധനും നിത്യനുമായ നല്ല ദൈവമായ കർത്താവേ, ഈ നേരത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അഡ്മിന്മാരെ എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രക്ഷിക്കപ്പെടാനുള്ളവർ എത്രയും പെട്ടെന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും ഈ വചനങ്ങൾ അതിന് കാരണമായി തീരുവാനും ഇടയാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ പൂർണ്ണമായ സൗഖ്യം, വിടുതലും രോഗികൾക്ക് ലഭിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണറുകളാലുള്ള സൗഖ്യം, അത്ഭുതത്തിന്റെ ശക്തി എല്ലാവരുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, വേദനയിൽ, കഷ്ടങ്ങളിൽ, പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിക്കാൻ സ്തോത്രം. മാനം മഹത്വപ്പെച്ചെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.